ഹലോ, ഇന്ന് ഞാനൊരു സ്പെഷ്യൽ ഐറ്റമാണ് ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത്. ഒരു അച്ചാറാണ്. അപ്പം നിങ്ങൾ വിചാരിക്കും അച്ചാർ എന്ന് പറയുമ്പം അച്ചാർ തന്നെ നോൺ വെജും വെജും ഉണ്ടല്ലോ. നോൺ വെജ് ആണെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്നത് ബീഫായിരിക്കാം, പ്രോൺസ് ആയിരിക്കാം, അല്ലെ ഫിഷ് ആയിരിക്കാം. അല്ലെ വെജിറ്റേറിയൻ ആണെങ്കിൽ മാങ്ങ, നാരങ്ങ, നെല്ലിക്ക അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. ഇന്ന് ഞാനൊരു നോൺ വെജ് പിക്കിളാണ് ഉണ്ടാക്കുന്നത്. അപ്പം നിങ്ങൾ ഉദ്ദേശിക്കുന്ന യാതൊരു വിധ രീതിയിലുള്ള ഫിഷോ ബീഫോ ഒന്നുമല്ല. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ചിക്കൻ അച്ചാറാണ്. അപ്പം അത് വളരെ റെയറായിട്ടായിരിക്കും നിങ്ങളൊക്കെ കേട്ടിരിക്കുന്നത്. അപ്പം അത് വളരെ രുചികരമായ ഒരു അച്ചാറാണ്. അത് ഉണ്ടാക്കാനും ഈസിയാണ്. നമ്മൾ ഈ ബീഫ് ഉണ്ടാക്കുന്നതിലും ടേസ്റ്റാണ് ഇത് ഉണ്ടാക്കിയാൽ. അതിന് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇതിങ്ങനെ പാക്കറ്റായിട്ട് കിട്ടുന്ന ബോൺലെസ് ചിക്കൻ. അത് ഇത് ചിക്കൻ ബ്രസ്റ്റാണ്. നിങ്ങൾ ഫുൾ ചിക്കൻ മേടിച്ചാലും നമ്മൾ അതിൻ്റെ ബോണില്ലാതെ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്താൽ മതി. ഞാനിപ്പോൾ എളുപ്പത്തിന് ഇത് ചിക്കൻ ബ്രസ്റ്റാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിന് ബോൺസ് ഒന്നുമില്ല. അപ്പോൾ ഇത് കണ്ടോ, നമുക്ക് ഞുറുക്കിയെടുക്കാനും എല്ലാം എളുപ്പമുണ്ട്. ഈ ഒരു പാക്കറ്റാണ്. നമുക്കിതൊന്ന് ഇട്ട് നോക്കാം. അപ്പം ഇത് ശരിക്കും ഒന്ന് കഴുകി ഞുറുക്കി ചെറിയ കഷ്ണങ്ങളാക്കി കൊണ്ടുവരാം. അതിനുശേഷം അതിൻ്റെ അകത്ത് കുറച്ച് മസാലകൾ ചേർക്കാനുണ്ട്. ചേർത്തിട്ട് ഒരു അരമണിക്കൂർ 1 മണിക്കൂർ നമുക്ക് വെയിറ്റ് ചെയ്യണം. അപ്പം ഞാനിതൊന്ന് കഴുകി എടുത്തിട്ട് വരാം. ഞാനിവിടെ ചിക്കനെല്ലാം ചെറിയ പീസാക്കി മുറിച്ച് കഴുകി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇത് കണ്ടോ, ഇതുപോലെ നമ്മൾ ബീഫൊക്കെ അച്ചാറിടാൻ വേണ്ടി എടുക്കുന്ന പോലെ. ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് കുറച്ച് മസാലകൾ ചേർക്കണം. അതിനായിട്ട് ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇതിന് മുളക് പൊടി ഇടണ്ട, കാരണം നമ്മൾ ഡീപ് ഫ്രൈ ചെയ്യുമ്പോൾ ആ മുളക് പൊടിയെല്ലാം കരിഞ്ഞു പോകും. അതുകൊണ്ട് അത് നമ്മൾ ഒഴിവാക്കുക. ഒരു ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പൊക്കെ ആവശ്യത്തിന് പിന്നെ നമുക്ക് അച്ചാറിൻ്റെ അകത്ത് ചേർക്കാം. ഇപ്പോൾ അതൊന്ന് പിടിക്കാൻ വേണ്ടി മാത്രം. പിന്നെ നമുക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. ഇത് ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നതാണ്. ഇതിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നോക്കാം. ഇത് മിക്സ് ചെയ്ത് ഇതിൻ്റെ കൂടെ നമുക്ക് കുറച്ചൊരു കോൺഫ്ലവർ ആഡ് ചെയ്യാറുണ്ട്. അത് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. കോൺഫ്ലവർ അതുകൂടെ ഇട്ട് കൊടുക്കാം. നന്നായിട്ട് കൈകൊണ്ട് തന്നെ ഇത് മിക്സ് ചെയ്യണം. ഇത് നമുക്ക് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ആ റെസ്റ്റ് ചെയ്യുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് വറുത്ത് കോരിയിടാനും കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതൊക്കെ ആക്കാനുണ്ട്. അതാക്കാം. അപ്പോൾ ഇത് ഇങ്ങനെ ഒരു അരമണിക്കൂർ ഇവിടെ ഇരിക്കട്ടെ കേട്ടോ. അപ്പം നമ്മൾ ചിക്കനൊക്കെ മാരിനേറ്റ് ചെയ്ത് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ആ സമയം കൊണ്ട് അതിന് എന്തൊക്കെയാണ് നമുക്ക് വറുത്തിടാനുള്ള ബാക്കി കാര്യങ്ങൾ പറയാം. അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഗാർലിക് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഗാർലിക്കും പിന്നെ ജിഞ്ചർ ഇത് രണ്ടും നമുക്ക് മിക്സിയിലിട്ടൊന്ന് അരയ്ക്കണം. എപ്പോഴും നമ്മൾ വെളുത്തുള്ളി കൂടുതൽ എടുക്കണം. ഇഞ്ചി അതിലും കുറച്ച് എടുക്കാവുള്ളൂ. ഈ മീറ്റ് ഐറ്റംസിനെല്ലാം അങ്ങനെ തന്നെയാണ് അച്ചാർ ഉണ്ടാക്കുമ്പോൾ. പിന്നെ നമുക്ക് കറിവേപ്പില വേണം. അതിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. കറിവേപ്പില, പച്ചമുളക് ഇത് രണ്ടും നമുക്ക് വറുത്ത് കോരിയിടാനുള്ളതാണ്. അതിനോടൊപ്പം തന്നെ വേറൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റും കൂടെ നമുക്ക് ഈ ഇഞ്ചി വെളുത്തുള്ളി അരയ്ക്കുന്ന കൂട്ടത്തിൽ അരയ്ക്കാനുണ്ട്. അതിനായിട്ട് കുറച്ച് കടുക് നമുക്ക് വെള്ളത്തിലിട്ട് വെക്കണം. ഒരു 10-15 മിനിറ്റ് നേരം ഒന്ന് വെള്ളത്തിലിട്ട് വെക്കണം. അപ്പോൾ ഈ കടുക് ഇത് നമ്മൾ വെള്ളം ഒഴിച്ച് അരമണിക്കൂർ ഒന്ന് കുതിർക്കാൻ വെക്കാം. അപ്പോൾ ഇതെല്ലാം നമുക്കിനി ഒന്ന് അരച്ചെടുക്കാം. ചിക്കൻ ഞാൻ അരമണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ഞാനങ്ങ് വറക്കാൻ വെച്ചു. ഇത് സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിൻ്റെ അകത്ത് അത് 2 ട്രിപ്പായിട്ടാണ് ഇടുന്നത്. ഞാൻ ആദ്യത്തെ ട്രിപ്പ് അങ്ങ് ഇട്ടു. അപ്പം ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അത് നല്ലപോലെ ഇരുന്നങ്ങ് മൊരിയട്ടെ. ചിക്കൻ ഫ്രൈ ചെയ്യുന്ന സമയം കൊണ്ട് നമുക്കിതിനുള്ള അരപ്പുണ്ടാക്കാം. അതിനായിട്ട് ഞാൻ ഈ കാണിച്ച പോലെ ഈ വെളുത്തുള്ളി നമുക്കൊരു മിക്സിയിലോട്ട് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചി ഇത് നമുക്ക് പേസ്റ്റ് ആക്കണം. തീരെ അങ്ങ് അരഞ്ഞു പോകണ്ട, ചെറിയ തരിതരി പോലെ. പിന്നെ ഇതിപ്പം ഒരു അരമണിക്കൂറായിട്ടുണ്ട്. ഈ കടുകും നമുക്ക് ഇതിട്ട് കൊടുക്കാം. അത് നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് അരച്ചെടുക്കാം. ഞാനിവിടെ ആ വെളുത്തുള്ളി, ഇഞ്ചി,
കടുകും അതിൻ്റെ കൂടെ സ്വല്പം വിനാഗിരിയും കൂടെ ഞാൻ ചേർത്തായിരുന്നു. അത് ചേർത്ത് അരയ്ക്കേണ്ടത്. അങ്ങനെ ഞാൻ പേസ്റ്റ് പോലെ, ഒത്തിരി പേസ്റ്റല്ല, ചെറിയ തരിതരിയായിട്ട് നിങ്ങൾക്ക് കാണാം. കടുക് തീരെ അരിഞ്ഞു പോകരുത്. അങ്ങനെ ഞാനിവിടെ കൊണ്ടുവച്ചിരിക്കുകയാണ്. ഒപ്പം തന്നെ ഈ സമയം കൊണ്ട് ഞാൻ ചിക്കനും വറുത്ത് കഴിഞ്ഞു. ചിക്കൻ ഇത് ഈ പരുവത്തിലാണ് വറുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് അടുത്തത് ഈ മുളകും ഈ കറിവേപ്പിലയും നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഒന്ന് ഫ്രൈ ആവട്ടെ, പെട്ടെന്ന് തന്നെ ആവും. കറിവേപ്പില ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഈ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കനിലോട്ട് ഇട്ട് കൊടുക്കാം. നല്ല കിരുകിരാന്നായിട്ടുണ്ട്. ഫ്രഷ് കറിവേപ്പില ആയതുകൊണ്ട് പച്ച കളറിൽ തന്നെ ഇരിക്കുന്നത്. ഇനി നമുക്ക് അതുപോലെ തന്നെ എടുത്തു വെച്ച് ഈ പച്ചമുളകും കൂടെ ഒന്ന് ഫ്രൈ ചെയ്യാം. അപ്പോൾ നമുക്കിത് അത് കോരി ഇതും നമുക്ക് ആ ചിക്കൻ വറുത്ത് വെച്ച ചിക്കൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കാം. നമ്മൾ ഈ വറുത്ത് കോരി എണ്ണയിൽ തന്നെ നമ്മൾ എടുത്തു വെച്ച അരപ്പ് അത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഈ അരപ്പ് ഒത്തിരി ഒന്ന് വലിയ തീയലൊന്നും വെക്കല്ല. ഒന്ന് ആ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് കണ്ടോ, ഇതുപോലെ നന്നായിട്ട്, ഒത്തിരി എണ്ണ വേണ്ട, ആ ബാക്കിയുള്ള എണ്ണ തന്നെ മതി, വേറെ എണ്ണ ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതുപോലെ തന്നെ നമ്മൾ ഈ വറുത്ത് കോരി വെച്ച പച്ചമുളകൊക്കെ ഉണ്ടല്ലോ, അത് ചുമ്മാ ഒരു തിന്നാനാണെങ്കിലും ഈ അച്ചാറിൻ്റെ അകത്ത് നല്ലതാണ്. പിന്നെ കറിവേപ്പില, നിങ്ങൾക്കറിയാമല്ലോ, എനിക്ക് കറിവേപ്പില ഒരു വീക്ക്നെസ്സാണ്. ഞാൻ എല്ലാത്തിലും ഒരുപാട് കറിവേപ്പില ഇടും. അപ്പോൾ ഇതൊന്ന് അരപ്പൊന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെത്തേക്ക് സ്വല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നേരത്തെ ഉപ്പിട്ടതാണ് ആ ചിക്കൻ്റെ അകത്ത്, എന്നാലും അത് പോരായിരിക്കും. അരപ്പിനും കൂടെ കുറച്ചിട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് മുളക് പൊടിയാണ്. മുളക് പൊടി ഒരു 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. ഇതും ഈ മുളകിൻ്റെ ആ പച്ചമുളക്, ഇത് കാശ്മീരി ചില്ലിയാണ് കേട്ടോ. മുളക് പിന്നെ നിങ്ങൾക്ക് ആവശ്യത്തിന്, ഓരോരുത്തരുടെയും എരിവിൻ്റെ ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. എനിക്ക് ഇച്ചിരി എരിവും പുളിയൊക്കെ ഉള്ളതാണ് ഇഷ്ടം, അതുകൊണ്ട് ഞാൻ നന്നായിട്ട് മുളകൊക്കെ ഇടുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുക്കാം. അതൊരു 1/2 ടേബിൾ സ്പൂൺ ഇട്ടാൽ മതി. അങ്ങനെ ഇട്ടു. അപ്പോൾ അതും ഇട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് ഈ മുളകിൻ്റെ പച്ചമണവും എല്ലാം ഒന്ന് മാറി വന്നു കഴിയുമ്പോൾ ഒത്തിരി കരിഞ്ഞു പോകരുത്, വലിയ തീയിലൊന്നും വെക്കല്ല. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് വിനാഗിരി ഒഴിച്ചു കൊടുക്കാമേ. വിനാഗിരി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്, അതുകൂടെ ഒഴിച്ചു കൊടുക്കാം. അത് ചാറിന് വേണ്ടിയാണ്. അരപ്പ് കുറുകി നമ്മുടെ ചാറ് പരുവത്തിന് വന്നിട്ടുണ്ട്. ആ വിനാഗിരിയും ഉപ്പും എല്ലാം ഒന്ന് പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ എടുത്ത് വെച്ചിരിക്കുന്ന ചിക്കനും മുളകും കറിവേപ്പിലയും എല്ലാം കൂടെ മിക്സ് ചെയ്തത് നമുക്ക് ഈ ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഞാനൊരു ടിഷ്യൂ വെച്ചിട്ടാണ് വെച്ചതാ, എണ്ണ അങ്ങ് പിടിക്കാൻ വേണ്ടിയേ. കണ്ടോ, ഇതാ. ഇനി നമുക്കിതൊന്ന് കൂട്ടി യോജിപ്പിക്കാം. നമ്മുടെ രുചികരമായ ചിക്കൻ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കണ്ടോ, നല്ല ബീഫ് നാണിച്ചു പോവും. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം. ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്തൊന്നും പോകരുത്. ഇത് കണ്ടോ, എത്ര ടേസ്റ്റിയാണെന്നറിയാമോ. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി, നല്ല പുളിയും ഉപ്പും എരിവും എല്ലാം പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു ബോട്ടിലാക്കി വെക്കാം. ഇതൊരു 6 മാസം വരെയൊക്കെ ഇരിക്കും. കാരണം വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കാതിരുന്നാൽ മതി. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയാൽ അധികം നാളിരിക്കത്തില്ല, അത് പൂത്തൊക്കെ പോവും. അപ്പോൾ ഇത് സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ ഒലിവ് ഓയിലോ എന്ത് വേണേലും ഇട്ടുണ്ടാക്കാം. ഇത് കണ്ടോ, ഇത് നമ്മൾ ബീഫ്, ഇത് കറി പോലെ നമ്മൾ കൂട്ടിയെടുക്കുന്ന, ഇത് ചോറിന് നമ്മൾ കറി കഴിക്കുന്ന പോലെ ഇത് എടുത്തു പോകും. അത്രയ്ക്ക് ടേസ്റ്റായതിന്. അപ്പോൾ ഞാനിങ്ങനെ ടേസ്റ്റാന്ന് പറയുന്നതിൽ അർത്ഥമൊന്നുമില്ല. നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇത് വലിയ ചിലവുള്ള കാര്യങ്ങളൊന്നുമില്ല. ചിക്കൻ മേടിക്കുക, പിന്നെ എന്നാ കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, അങ്ങനെയുള്ള നമ്മുടെ നിത്യോപയോഗ സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് എല്ലാവരും ഉണ്ടാക്കണം. ഉണ്ടാക്കി ടേസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്യണം. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതും മറക്കണ്ട കേട്ടോ. ഞാനിനി ഇതുപോലെ നല്ല നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഇതിപ്പം നിങ്ങൾ ആരും തന്നെ ട്രൈ ചെയ്യാത്ത ഒരു ഐറ്റം അല്ലേ.
അപ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല പുതിയ വിഭവങ്ങളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ കണ്ടോ, ഇതാ ഒരു 3/4 കുപ്പിയോളം ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ആറിക്കഴിയുമ്പം അടച്ചെടുത്ത് വെക്കാം. ഇതിപ്പോൾ 6 മാസം പോയിട്ട് 2 ആഴ്ച പോലും ഇരിക്കത്തില്ല, അതിനിപ്പുറം തീരും. അത്രയ്ക്ക് ടേസ്റ്റാണ്. അപ്പം വീണ്ടും കാണാം. ബൈ ബൈ.